മലയാളികളുടെ പ്രിയങ്കരി ബാലതാരമായി സിനിമയിൽ എത്തുന്നത് മുതൽ ഇപ്പോൾ വരെയുള്ള മലയാളികൾ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന താരമാണ് കാവ്യ മാധവൻ. ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ എന്ന ചിത്രത്തിലൂടെയാണ് നടി നായികയായി വന്നത്. പിന്നീട് മലയാള സിനിമയിലെ നായിക സങ്കല്പമായി മാറുകയായിരുന്നു. 2 പതിറ്റാണ്ടോളം മലയാളത്തിലെ മുൻനിര നായികയായി തന്നെ ജീവിച്ചു. മുൻനിര നായകന്മാരോടൊപ്പം അഭിനയിക്കുവാൻ ഭാഗ്യം ലഭിച്ച താരം കൂടിയാണ് കാവ്യ. പൂക്കാലം വരവായി എന്ന ചിത്രത്തിലൂടെയാണ് കാവ്യ തന്റെ സിനിമാ ജീവിതം ആരംഭിക്കുന്നതെങ്കിലും മമ്മൂട്ടിയുടെ അഴകിയ രാവണൻ എന്ന ചിത്രത്തിലൂടെയാണ് കാവ്യയെ എല്ലാവരും ശ്രദ്ധിക്കുന്നത്. ഭാനുപ്രിയയുടെ കുട്ടിക്കാലമാണ് നടി അവതരിപ്പിച്ചത്. തുടർന്ന് ലാൽ ജോസ് സംവിധാനം ചെയ്ത ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ എന്ന ചിത്രത്തിലൂടെയാണ് കാവ്യ നായിക അരങ്ങേറ്റം കുറിക്കുന്നത്. ഏറെ വിവാദങ്ങൾക്ക് ശേഷം 2016 കാവ്യ ദിലീപിനെ വിവാഹം കഴിക്കുന്നത്. മലയാളത്തിലെ ഏറെ ചർച്ചയാകുന്ന വിവാഹമായിരുന്നു അത്. അവസാന നിമിഷം ദിലീപായിരുന്നു വിവാഹകാര്യം പരസ്യമാക്കിയത്. 2018 ദിലീപിനും കാവ്യയ്ക്കും മഹാലക്ഷ്മി എന്ന മകൾ പിറന്നു. മകളുടെ കാര്യങ്ങളുമായി ഒതുങ്ങിക്കൂടാനായിരുന്നു കാവ്യയ്ക്ക് ഇഷ്ടം. മലയാളത്തിന്റെ പ്രിയ കലാകാരി എന്തുകൊണ്ടാണ് സിനിമയിലേക്ക് തിരിച്ചു വരാത്തത് എന്നത് സംബന്ധിച്ച് ആരാധകർ നിരന്തരം ദിലീപിനോട് ചോദ്യങ്ങൾ ഉയർത്തിയെങ്കിലും മകളുടെ കാര്യങ്ങൾ നോക്കുന്ന തിരക്കിലാണ് അവൾ എന്നാണ് ദിലീപ് വ്യക്തമാക്കിയത്. മകളുടെ ജനനത്തിന് ശേഷം പൊതുവേദികളിലും കാവ്യ സജീവമായിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ 2 വർഷത്തോളമായി അവർക്കൊപ്പം ദിലീപും പൊതുവേദിയിൽ പങ്കെടുക്കുന്നുണ്ട്. മാത്രമല്ല തന്റെ വസ്ത്രവ്യാപാര സ്വപ്നത്തിന്റെ മോഡലായും കാവ്യ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തുന്നുണ്ട്. എത്രയൊക്കെ സിനിമകളിൽ നിന്നും മാറി നിന്നാലും